يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة إن أريد إلا الإصلاح ما استطعت ما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا لا تقربوا الصلاة وأنتم سكارى حتى تعلموا ما تقولون ولا جنبا إلا عابر السبيل حتى تغتسلوا وإن كنتم مرضى أو على سفر أو جاء أحد منكم من الغائط أو لامستم النساء فلم تجدوا ماء فتيمموا سعيدا طيبا فامسحوا بوجوهكم وأيديكم إن الله كان عفوا غفورا صدق الله العلي العظيم അല്ലാഹുവിന്റെ ദീനിലെ സത്യവിശ്വാസികളായ സഹോദരങ്ങളെ സഹോദരികൾ, റബ്ബ് സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും മുറുകെ പിടിക്കുകയും തഖ്വയോടുകൂടി ജീവിച്ച് അള്ളാഹുവിന്റെ പ്രീതി, അതായത് ശാശ്വതമായ സ്വർഗം, അത് നേടിയെടുക്കുന്നതിൽ സകല കാര്യങ്ങളിലും തികഞ്ഞ ജാഗ്രത പുലർത്തണമെന്ന് ആദ്യം എന്നോടും അതോടൊപ്പം നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ ദീന് മനുഷ്യകുലത്തിന് മുഴുവനും ഉള്ളതാണ്. അള്ളാഹു നൽകിയ സന്മാർഗം അത് ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു മനുഷ്യന് ലഭ്യമാവാതെ പോയാൽ അതിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടവരെയാണ് അള്ളാഹു ആദ്യം തന്നെ ചോദ്യം ചെയ്യപ്പെടുക. അള്ളാഹുമായി ബന്ധത്തിൽ ഒരു സമൂഹം പുലർത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് നമസ്കാരം എന്ന് പറയുന്നത്. അള്ളാഹുവിനെ ബോധ്യപ്പെട്ട് വിശ്വാസത്തിലേക്ക് ഒരാൾ കടന്നു വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ കർമ്മം നമസ്കാരമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, നമസ്കാരം ശരിയായാൽ എല്ലാം ശരിയായി. നമസ്കാരത്തിൽ വീഴ്ച വന്നു കഴിഞ്ഞാൽ എല്ലാ കർമ്മങ്ങളും ഫസാദായി. ഫഇൻ സലഹത്ത് സലഹ സായിറു അമലിഹി വഇൻ ഫസദത്ത് ഫസദ സായിറു അമലിഹി. അത്രത്തോളം ഗൗരവം ഉള്ള കർമ്മമാണ് നമസ്കാരം. ഇഹലോകത്ത് മനുഷ്യന്റെ കർമ്മങ്ങൾ ശരിപ്പെടണമെങ്കിൽ നമസ്കാരം വഴി മാത്രമേ സാധ്യമാവുകയുള്ളൂ. അതോടൊപ്പം തന്നെ നാളെ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ ആദ്യ വിചാരണയും അത് തന്നെയാണ് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പുതിയ തലമുറക്ക്, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിനകത്തുള്ള പുതിയ തലമുറക്ക് പ്രത്യേകിച്ച് നമസ്കാരത്തിന്റെ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കാത്തത് കൊണ്ട് പലപ്പോഴും ഒരു തോന്നുമ്പോ നമസ്കരിക്കുന്ന ഒരവസ്ഥയാണ് അധികം ആളുകൾക്കും സംഭവിച്ചിരിക്കുന്നത്. കൃത്യമായി നമസ്കാരം മുറുകെ പിടിക്കുന്ന ആളുകൾ എത്ര പേരുണ്ട് എന്ന് ചോദിച്ചാൽ വളരെ പരിമിതമായ അളവിലേ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ എളുപ്പമാക്കി
മറ്റ് അള്ളാഹുവിന്റെ ദീന് മൊത്തം എളുപ്പമാക്കിയതുപോലെ നമസ്കാരവും അള്ളാഹു എളുപ്പമാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ആ എളുപ്പമുള്ള മാർഗം അത് ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ഇതര സമുദായങ്ങളിൽപ്പെട്ട ആളുകൾക്ക് ഉൾപ്പെടെ അത് നൽകപ്പെടുന്നില്ല എന്നതാണ് ഇന്ന് മുസ്ലിം സമൂഹം അനുഭവിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ദുരന്തം. അതുകൊണ്ട് അള്ളാഹുവിലേക്കുള്ള ആദ്യ കവാടം തന്നെ അടക്കപ്പെടുകയാണ്. പിന്നീട് മുന്നോട്ട് വരാൻ സാധ്യമല്ലാതെ പോവുകയാണ്. ഇത് നമ്മൾ ഗൗരവത്തോടു കൂടി കാണുകയും ഈ കാര്യത്തിൽ പ്രത്യേകമായ ഇളവുകൾ പഠിപ്പിക്കുകയും ചെയ്യുന്ന, ബോധപൂർവം തന്നെ പഠിപ്പിക്കുവാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ നമുക്കുണ്ടാവേണ്ടതുണ്ട്. പഠിപ്പിച്ചു കൊടുത്താൽ ആ ഇളവ് അത് വല്ലാതെ ഉപയോഗിക്കും, എന്നിട്ട് ദുരുപയോഗം ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ മറികടക്കുന്ന, അത് വേണ്ടതില്ല എന്ന് വെക്കുന്ന, എന്നിട്ട് ഒരു മനുഷ്യൻ പൂർണ്ണമായി ചെയ്യേണ്ട കർമ്മങ്ങൾ തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പൂർത്തീകരിച്ച് ചെയ്യേണ്ട അവസ്ഥ ആവർത്തിച്ച് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഖുർആൻ പഠനത്തിലും പാരായണത്തിലും അതേപോലെ ഇസ്ലാമിക പ്രവർത്തനത്തിലും ഒക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വീഴ്ചയാണ്. അതുവഴി എന്ത് സംഭവിക്കുന്നു ചോദിച്ചാൽ നമസ്കാരത്തിലേക്ക് അധികം ആളുകൾക്കൊന്നും കടന്നു വരാൻ സാധിക്കുന്നില്ല. നമുക്കറിയാം, പ്രകൃതി വിരുദ്ധമാണ് ഈ പണി. ഒരാള് ഓടണം എന്ന്, എഴുന്നേറ്റ് നിൽക്കാൻ തന്നെ സാധിക്കാത്ത ഒരു മനുഷ്യനോട് ഓടണം എന്നൊക്കെ പറഞ്ഞാൽ, എന്നിട്ട് ഓടുന്നതിന്റെ പ്രത്യേകത എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അതിന്റെ ശബ്ദവും ഫർദുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രകൃതം. മനുഷ്യനെ എഴുന്നേൽക്കാൻ തന്നെ സാധ്യമല്ല. ഒരു പ്രകൃതിക്ക് ഒരു നിയമമുണ്ട്. ഒരു മനുഷ്യൻ, ഒരു കുഞ്ഞിനെ പോലെയാണ് ഒരു മനുഷ്യന്റെ കാര്യങ്ങളും. ആ കുഞ്ഞ് കമിഴ്ന്ന് കിടക്കേണ്ടതുണ്ട്. മലർന്ന് കിടക്കുന്ന കുഞ്ഞ് കമിഴ്ന്ന് കിടക്കേണ്ടതുണ്ട്. കമിഴ്ന്ന് കിടന്നിട്ട് ആ കുഞ്ഞ് മുട്ടുകുത്തേണ്ടതുണ്ട്. ആ മുട്ടുകുത്തി നടന്ന് ആ കുട്ടി എഴുന്നേറ്റ് പിടിച്ചു നിൽക്കേണ്ടതുണ്ട്. എന്നിട്ട് പിടിച്ച് അങ്ങനെയാണ് നടത്തം തുടങ്ങി. പിന്നെ അടിവെച്ച് നടത്തം തുടങ്ങി. പിന്നെയാണ് ഓടാൻ സാധിക്കുകയുള്ളൂ. ഇത് എല്ലാ കാര്യത്തിലും നിർബന്ധമാണ്. പക്ഷേ നമസ്കാരത്തിന്റെ കാര്യത്തിൽ ഇതൊന്നും പറഞ്ഞു കൊടുക്കുവാൻ തയ്യാറില്ല. പറഞ്ഞു കൊടുത്താൽ അത് എന്തോ ഒരു മടിയന്റെ പണി, അവനെ കാളുകളൊക്കെ മടിയനാക്കി മാറ്റുന്നു. അതാരെങ്കിലും അനുഷ്ഠിച്ചാൽ അയാളൊരു മടിയുള്ള ആളാണ്, നമസ്കാരത്തോടൊന്നും ഒരു താല്പര്യമില്ലാത്ത പോണ ആളാണ് എന്ന കോലത്തിൽ വരെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഉൾപ്പെടെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു തആല അതിന് അനുവദിച്ചിട്ടില്ല. നേരെ മറിച്ച് പിച്ച വെച്ചതിനെ കടന്നു വരിക എന്നതാണ് അള്ളാഹുവിന്റെ പ്രകൃതി നിയമം. ഇതിനുതകുന്ന ഒരുപാട് ആയത്തുകളും ആനുകൂല്യങ്ങളും ഒക്കെ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ നിരത്തി വെച്ചിട്ടുണ്ട്. പക്ഷെ മിണ്ടില്ല. തയമ്മം ചെയ്യാൻ അറിയുന്ന എത്ര പേരുണ്ട് നമ്മുടെ കുട്ടികൾക്കിടയിൽ, പുതിയ തലമുറയിൽ, പഴയ ആളുകൾക്കിടയിൽ തന്നെ എത്ര പേരുണ്ട് എന്ന് ചോദിച്ചാൽ വളരെ വിരളമാണ് എന്ന് പറയേണ്ടി വരും. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ പലപ്പോഴും പരീക്ഷിച്ചു നോക്കിയതാണ്. അറിയാത്തവർ, സ്ത്രീകളുടെ കൂട്ടത്തിലൊക്കെ ധാരാളം ആളുകൾ തയമ്മം ചെയ്യാൻ അറിയാത്തവരാണ്. എന്തുകൊണ്ട്? എത്ര ആനുകൂല്യമാണ് ഇസ്ലാമിന്റെ തയമ്മം എന്ന് പറയുന്നത്. പക്ഷെ അത് പറഞ്ഞു കൊടുക്കാനോ അത് പ്രാവർത്തികമാക്കി കാണിച്ചു കൊടുക്കുവാനോ പലപ്പോഴും നമ്മൾ തയ്യാറില്ല. നോക്കൂ നിങ്ങൾ, നമസ്കാരം ഇഖാമത്ത് ചെയ്യുക എന്ന് പറയുന്നത് ഗൗരവമുള്ള വിഷയമാണ്. അവർക്ക് എന്തെങ്കിലും ഒരു സ്വാധീനം എവിടെയെങ്കിലും കിട്ടിയാൽ അവർ ആദ്യം ചെയ്യുന്നത് ഇന്നാ മക്കന്നാഹും ഫിൽ അർളി അഖീമുസ്സലാ, നമസ്കാരം ഇഖാമത്ത് ചെയ്യും. അവർക്ക് ഭൂമിയിൽ എന്ത് ഇടം എവിടെ സ്വാധീനം കൊടുത്താലും അവിടെ അവർ സ്ഥാപിച്ചെടുക്കുന്നത് നമസ്കാരമായിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല, അതോടൊപ്പം സക്കാത്ത്, അതേപോലെ നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, ഈ പണിയായിരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല, ജനങ്ങൾക്ക് എളുപ്പമാക്കേണ്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമസ്കാരം. ബാക്കി ഒന്നും എളുപ്പമാക്കിയില്ലെങ്കിലും വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ നമസ്കാരം എളുപ്പമാക്കിയില്ലെങ്കിലോ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിലേക്കുള്ള കവാടമാണ് അവിടെ അടക്കപ്പെടുന്നത്. കാരണം വിശ്വാസിയോടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട, അതുകൊണ്ടാണല്ലോ നമ്മൾ നമസ്കാരം ഇന്ന സ്വലാത്തി എന്ന് ആദ്യം പറയുന്നു, വനുസുക്കി വമഹയായ വമമാത്തി ഒക്കെ പിന്നെ പറയുന്നത്. ആദ്യം ഇത് ശരിപ്പെടണം. ഇത് ശരിപ്പെട്ടാലേ ബാക്കിക്കുള്ള മുഴുവനും പ്രസക്തിയുള്ളൂ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്ത് നിസാഇൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്ന സ്ത്രീ എന്ന അധ്യായത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല എളുപ്പമാക്കുന്ന നമസ്കാരത്തിന്റെ എളുപ്പ രൂപങ്ങൾ അള്ളാഹു പറഞ്ഞു തരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് ആയത്തുകളുണ്ട് ഖുർആനിലുടനീളം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖറബുസ് സ്വലാത്ത വഅൻതും സുകാറ ഹത്താ തഅലമു മാ തഖൂലൂന വലാ ജുനുബൻ ഇല്ലാ ആബിരിസ് സബീൽ ഹത്താ തഅ്തസിലു. അല്ലയോ വിശ്വസിച്ചവരെ, നിങ്ങൾ ലഹരി ബാധിതരായിക്കൊണ്ട് നമസ്കാരത്തെ സമീപിക്കരുത്. അപ്പൊ കള്ളുകൂടിയനോ നമസ്കരിക്കണം എന്നാണ് എന്നെ പറഞ്ഞതിനർത്ഥം. കള്ളുകൂടിയനോ നമസ്കരിക്കണം. കാരണം കള്ള് കുടിക്കുന്ന അവൻ, ആടിക്കൊഴിഞ്ഞൊരുത്തൻ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ അവൻ ആട്ടി പറഞ്ഞേക്കരുത്. അവനിവിടെ വന്നിട്ട് എന്നിട്ട് അവനോട് നമസ്കാരത്തിൽ അവന് പറഞ്ഞു കൊടുക്കണം. ബോധമുള്ള സമയത്ത് നിർവഹിക്കേണ്ട ഒരു കർമ്മമാണ് കേട്ടോ നമസ്കാരം.
നേരെ മറിച്ച് കള്ളുകുടിയൻ ആടി വരുമ്പോഴേക്കും എല്ലാരും കൂടെ ചെന്ന് പള്ളി ഇപ്പൊ കൊളാവോ എന്ന് കരുതി അയാളെ പുറത്തേക്ക് തള്ളുന്ന ആ രീതി ഇസ്ലാമിക വിരുദ്ധമാണ്. ഇത്ര വലിയ മഹാനന്ദന്മാര് ചെയ്താലും അതിന് ആയത്തെന്താ പറയുന്നത്? തഖൂലൂന പ്രവർത്തിക്കാത്തത് പറയാൻ പറ്റുമോ എന്ന് അയാളോട് പറഞ്ഞു. മൂത്രമൊഴിക്കുന്നവനെ തടഞ്ഞിട്ടില്ല റസൂൽ. മൂത്രമൊഴിച്ചവനെ പള്ളിയിൽ മൂത്രമൊഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ വെച്ച് നിർത്തിക്കാൻ വേണ്ടി വേറെ ആളുകൾ ശ്രമം നടത്തിയപ്പോ, സഹാബികള് ശ്രമം നടത്തിയപ്പോ പ്രവാചകൻ അവരെ തടഞ്ഞത്. അയാൾ ഒഴിക്കട്ടെ, അയാൾ ഒഴിച്ചു കഴിഞ്ഞിട്ട് അയാൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. ഇതിലൊരുപാട് കാര്യങ്ങളുണ്ട്. പിടുത്തം കിട്ടുന്ന ഒരു മനുഷ്യനോട് എങ്ങനെ പെരുമാറണം, അങ്ങനെ പ്രവാചകൻ സ്നേഹത്തോടുകൂടി പ്രവാചകൻ തന്നെ കൈകളെ കൊണ്ടൊക്കെ അത് വൃത്തിയാക്കിക്കൊണ്ട് പിന്നീട് പറഞ്ഞു കൊടുക്കുകയാണ്, പള്ളി ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. അതോടുകൂടി അയാൾ അവരുടെ കൂട്ടത്തിൽ ഉണ്ടാവുകയാണ്. കള്ളുകുടിയന് ബോധമില്ലാത്തവനാണ്. ആ ബോധമില്ലാത്തവനെ തള്ളുകയല്ല വേണ്ടത്, അവനെ ബോധവാനാക്കാനുള്ള വഴിയാണ് പള്ളി എന്ന് പറയുന്നത്, നമസ്കാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രവർത്തിക്കാത്തത് പറയുക എന്ന് പറഞ്ഞാൽ നോക്കൂ നിങ്ങൾ, അതിന്റെ അർത്ഥം പറഞ്ഞുകൊണ്ട് അയാള് അങ്ങനെ നിമത്തപൂർണമാണ് പ്രവർത്തിക്കാത്തത് പറയാൻ പറ്റുമോ എന്നത് ഒരു തലത്തിൽ മാത്രം വ്യാഖ്യാനിക്കുന്ന കുറെ പണ്ഡിതന്മാരുണ്ട്. ഞാൻ പ്രവർത്തിക്കുന്നതേ ഞാൻ പറയാൻ പാടുള്ളൂ എന്ന് അതിന് അർത്ഥം വെച്ച് അത് മാത്രമേ അതിനുള്ളൂ എന്ന കോലത്തിൽ അത് അവതരിപ്പിക്കുകയും, എന്നാൽ അതിനുണ്ടല്ലോ ഒരു മറുവശം. എല്ലാത്തിനും ഉള്ളതുപോലെ ഒരു മറുവശം ഉണ്ടാവുമല്ലോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഈ ആയത്ത് ഓതിക്കൊണ്ട് സഹാബികൾ ഒന്ന് ചോദിച്ചിട്ടുണ്ട്, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾ പ്രവർത്തിക്കാത്തത് ഞങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഒരിക്കൽ പ്രവാചകൻ പറഞ്ഞത് പറയണമെന്നാണ്. നിങ്ങൾ പ്രവർത്തിക്കാത്തതാണെങ്കിലും പറയണമെന്നാണ്. ഒരു കള്ളുകുടിയനാണ് ഒരു മനുഷ്യൻ എങ്കിൽ അയാളുടെ മകനോട് പറയണം, കള്ളു കുടിച്ചുകൊണ്ടിരിക്കെ തന്നെ പറയണം, മോനെ നീ കുടിക്കല്ലോ, ഞാനേതായാലും പെട്ടുപോയി, നീ കുടിക്കല്ലോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആവർത്തിച്ച് അയാൾ അത് പറയുക വഴി രണ്ടുപേരും രക്ഷപ്പെടാൻ അത് കാരണമായി തീരും. പ്രവാചകൻ അത് ഉദാഹരണ സഹിതം തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. രണ്ടുപേര് നേരെ മറിച്ച് ഞാനേതായാലും കുടിക്കുന്നവനാണ്, അതുകൊണ്ട് എന്റെ മകനോട് ഞാൻ പറയേണ്ടതില്ല എന്ന് വെച്ചാൽ രണ്ടുപേരും മുഴുക്കുടിയന്മാരായി മാറുന്ന ഒരവസ്ഥയായിരിക്കും ഉണ്ടാവുക. ഇതെല്ലാ കാര്യത്തിനും ഫിറ്റാണ്. ഈ അർത്ഥത്തിൽ ഇങ്ങനെയും ഒരു മറുവശം എല്ലാത്തിനും ഉള്ളതുപോലെ ഇതിനുമുണ്ട് എന്ന് ബാലൻസ്ഡാക്കി പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത് പറയാൻ അയാൾ പ്രേരിതനായി മാറും. പ്രവർത്തിക്കുന്ന വാക്കും പ്രവൃത്തിയും ഒന്നായി മാറാൻ അയാൾ പ്രേരിപ്പിക്കപ്പെടണമെങ്കിൽ അയാൾ പ്രവർത്തിക്കാത്തതാണ് എങ്കിലും അത് നന്മയാണെങ്കിൽ പറയണം. പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ എന്തായി മാറും? അയാളും അത് പ്രവർത്തിക്കുന്നിടത്തേക്ക് എത്താനുള്ള ഒരു കവാടമാണ്. കള്ളുകുടിയൻ നമസ്കരിക്കാൻ പാടില്ല എന്ന് പറയുന്നതല്ല ശരി. കള്ളുകുടിയനാണെങ്കിലും അവനെ ഉൾപ്പെടെ ചേർത്ത് കൊണ്ടുവന്ന് അവൻ എന്തെങ്കിലും കാട്ടിക്കൂട്ടാൻ സാധ്യത ഉണ്ടെങ്കിൽ അതൊക്കെ വേറെയാണ്. കാട്ടിക്കൂട്ടാൻ സാധ്യതയൊന്നും ഇല്ലെങ്കിൽ അവനെ ഇരുത്തി സ്വീകരിച്ച് അവൻ ജുമുഅ കാണട്ടെ, നമസ്കാരമൊക്കെ കാണട്ടെ, എന്നിട്ട് അവന് ബോധം വരുന്ന സമയത്ത് അവന് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നതാണ് പ്രകൃതി നിയമം. അങ്ങനെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. അസ്ഹാബുൽ സുഫ മുസ്ലിങ്ങളായ ആളുകൾ പള്ളിയിലുണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് പ്രത്യേകം ഇടം തന്നെ ഉണ്ടായിരുന്നു. അതും അവസാനം. അതുകൊണ്ടാണ് ജൂതന്മാരും ക്രിസ്ത്യാനികളൊക്കെ പ്രവാചകന്റെ പള്ളിയിലുണ്ടായിരുന്നു. അവർ മൂത്രമൊഴിച്ചാൽ കഴുകുന്നവരൊന്നും ആയിരുന്നില്ല. അവർ കള്ളുകുടിക്ക് നിർത്തിയവരായിരുന്നില്ല. അതുപോലുള്ള വ്യഭിചാരങ്ങളും നിർത്തിയവരായിരുന്നില്ല. പ്രവാചകൻ അവരെയൊക്കെ ചേർത്ത് നിർത്തി സംസ്കരിച്ചു കൊണ്ടുവന്നു. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലേ നിങ്ങൾ ലഹരി ബാധിതരായി പ്രവേശിക്കരുത്. അപ്പൊ അദ്ദേഹം എന്തായി മാറും? അദ്ദേഹം ആ സമയത്ത് കുടിക്കാതിരിക്കാൻ നോക്കും. അങ്ങനെ എന്ത് ചെയ്തു? അസറിന് ആവുമ്പോഴേക്കും മഗ്‌രിബാവുമ്പോഴേക്കും പിന്നെ കുടിക്കാൻ പറ്റില്ലല്ലോ. മഗ്‌രിബാവുമ്പോ ഇശയാവും. അങ്ങനെ ഇശ കഴിഞ്ഞിട്ട് രാത്രി മാത്രം കുടിക്കുന്നിടത്തേക്ക് അയാൾ എത്തി. അവസാനം അദ്ദേഹം നമ്മളോടൊക്കെ മിങ്കിളായി നമസ്കാരത്തിന്റെ ഗൗരവമൊക്കെ പഠിച്ചറിഞ്ഞ് അവസാനം തീരെ കുടിക്കാത്തവനായി മാറണമെങ്കിൽ അവനെ സ്വീകരിക്കുന്ന ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ പറയുന്നത് എന്തെന്ന് നിങ്ങൾക്ക് നല്ല ബോധമുണ്ടാവും വരെ നമസ്കാരം നല്ല ബോധത്തോടു കൂടി ചെയ്യേണ്ട കാര്യമാണ് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറയുകയാണ്. നല്ല ബോധത്തോലേക്ക് എത്തേണ്ടതുണ്ട്. ഉയർന്ന പദവിയിലേക്ക് അയാൾ എത്തണമെങ്കിൽ അയാൾ പിച്ചവെച്ച് അത്തരം സംഗതിയിലേക്കൊക്കെ അയാൾ വരേണ്ടതുണ്ട്. അതേപോലെ തന്നെ ജനാപത്തുകാരാണെങ്കിൽ കുടിച്ച് ശുദ്ധിയാവും വരെയും, ജനാപത്തുകാർ വലിയ ശുദ്ധിയുള്ള ആളാണെങ്കിൽ ആണാവേനും പെണ്ണാവട്ടെ അവർ കുളിച്ച് ശുദ്ധിയാവുന്നതും വരെയും, എന്നിട്ട് വഴിയാത്രക്കാരാണെങ്കിൽ ഒഴികെ യാത്രക്കാർക്ക് ഇളവ് പറയുകയാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ഇളവുകൾ മുന്നോട്ട് വെക്കുന്നത് കാണാൻ സാധിക്കും. അല്ലാഹു നമസ്കാരത്തെ കുറിച്ച് വഇൻ കുൻതും മർളാ ഔ അലാ സഫരിൻ, നിങ്ങൾ രോഗികളോ യാത്രക്കാരോ ആണെങ്കിൽ ഇളവ് തുടങ്ങാം. നിങ്ങൾ രോഗികളാണെങ്കിൽ രോഗികൾക്ക് ഒരുപാട് ഇളവുണ്ട്. അതേപോലെ യാത്രയിലാണ് എങ്കിൽ ഒരു അരക്ഷിതാവസ്ഥയാണല്ലോ. അത് എവിടെ യാത്രയാണെങ്കിലും സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവനവന്റെ മഹല്ല് കഴിഞ്ഞാൽ എന്ന് വരെ പറയുന്ന പണ്ഡിതന്മാരുണ്ട്. ഫിഖ് സുന്ന എന്ന് പറയുന്ന വിശ്വവിഖ്യാതനായ സയ്യിദ് സാബിഖിന്റെ ഗ്രന്ഥത്തിൽ
പ്രവാചകൻ ജന്നത്തുൽ ബഖീയിലേക്ക് പോകുമ്പോൾ ജന്നത്തുൽ ബഖീയിലെത്തുമ്പോഴൊന്നും ജമ്മും കസുറാക്കിയിരുന്നില്ല, അതിന്റെ അപ്പുറത്തേക്ക് പോയാൽ ജമ്മും കസുറാക്കിയിരുന്നു എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. ജന്നത്തുൽ ബഖീ തൊട്ടടുത്തുള്ള ഖബർസ്ഥാനാണ്. അപ്പൊ അതിന്റെ അവസ്ഥ ഒരു പരലോകം അല്ലെങ്കിൽ 2 കിലോമീറ്റർ 3 കിലോമീറ്ററിനുള്ളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ യാത്രക്കാരായി മാറിയുന്ന, അങ്ങനെ യാത്രക്കാരായി മാറിയ ഒരവസ്ഥ നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ അതിലൊക്കെ ഏറ്റവും എളുപ്പമുള്ളതാണ് നമ്മൾ എടുക്കാൻ നോക്കേണ്ടത്. അള്ളാഹുവിന്റെ റസൂൽ എളുപ്പമുള്ളതാണ് എടുക്കാറുള്ളത്. 2 കാര്യം പ്രവാചകന്റെ മുമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രവാചകൻ പെട്ടെന്ന് എളുപ്പമുള്ളത് കയറി പിടിക്കാറുണ്ട് എന്ന് പ്രവാചകനെ കുറിച്ച് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അതാണ്, അല്ലാതെ പ്രയാസം ഇങ്ങനെ തിന്നാന്നുള്ളത് അത് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. എളുപ്പമാക്കാനാണ് അള്ളാഹു വന്നത്, എല്ലാം എളുപ്പമാക്കാൻ. അല്ലെങ്കിൽ നിങ്ങളിൽ ഒരാൾ വിസർജനം കഴിഞ്ഞ് വന്നു, അതുമല്ലെങ്കിൽ സ്ത്രീകളുമായി സംസർഗം നടത്തി, സ്ത്രീ പുരുഷ ബന്ധത്തിൽ ഏർപ്പെട്ടു, അങ്ങനെ എന്നിട്ട് ഫലം തജിദൂ നിങ്ങൾക്ക് വെള്ളം കിട്ടിയതുമില്ല എന്ന് വരികയാണെങ്കിൽ എന്തൊക്കെയാ നോക്കുന്നത്? യാത്രയിലാണെങ്കിൽ, അതേപോലെ രോഗികളാണ് എങ്കിൽ നിങ്ങൾക്ക് വെള്ളം, അതേപോലെ തന്നെ നിങ്ങൾ വലിയ അശുദ്ധിയുള്ളവരായി മലമൂത്ര വിസർജനം നടത്തിയവരായി ഒക്കെ വരികയാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് വെള്ളം കിട്ടിയതില്ല, ഫലം തജിദൂ എന്നിട്ട് വെള്ളം ലഭിച്ചതുമില്ല എങ്കിൽ ഫതയമ്മമു സഈദൻ ത്വയ്യിബ, ശുദ്ധിയുള്ള മണ്ണിനെ ഉപയോഗിച്ച് തയമ്മം ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ആ അർത്ഥത്തിൽ നോക്കും നിങ്ങൾ, മലമൂത്ര വിസർജനം എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ ഗൗരവമുള്ളൊരു പ്രവർത്തനമാണത്. അത് എത്ര വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ അല്ലാത്ത എന്ത് പണി കൊണ്ട് എന്ത് വൃത്തിയാക്കിയാലും അതിന്റെ ഒരു അംശം അവിടെ കിടക്കും. മലത്തിന്റെ അംശം ശരീരത്തിൽ ഉണ്ടായിരിക്കെ, മൂത്രത്തിന്റെ അംശം ശരീരത്തിൽ ഉണ്ടായിരിക്കെ, അതേപോലെ ജനാപത്തുകാരനായിരിക്കെ, പുരുഷ ബന്ധത്തിൽ ഏർപ്പെട്ടവനായിരിക്കെ, നിങ്ങൾ രോഗികളായിരിക്കെ. രോഗി എന്ന് പറഞ്ഞാൽ എന്താണ്? ആരോഗ്യമില്ലാത്ത അവസ്ഥയാണ് രോഗമെന്ന് പറയുന്നത്. ചില സ്ത്രീകൾക്കൊക്കെ വെള്ളം വന്ന് ചെറിയ രീതിയിലേക്ക് തണുക്കുമ്പോഴേക്കും വിറകൊള്ളുന്ന സ്ത്രീകളെ നമുക്ക് കാണാൻ സാധിക്കും. അതൊരു രോഗമാണ്. ചെറിയ തണുപ്പ് വന്നാൽ തന്നെ മതി, വിറച്ച് വീഴാൻ പോകുന്ന സ്ത്രീകളൊക്കെ ഉണ്ട്. അതേപോലെ ചുടുവെള്ളം കിട്ടാത്തൊരവസ്ഥ വന്നാൽ ആ തണുപ്പ് തട്ടിയാൽ അത് താങ്ങാൻ കഴിയാത്ത ഒരവസ്ഥ, അതിനുള്ള ആരോഗ്യമില്ലാത്ത അവസ്ഥയാണ് രോഗാവസ്ഥ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ, നിങ്ങൾ യാത്രയിലാണ് എങ്കിൽ, അതേപോലെ തന്നെ ചുടുവെള്ളം കിട്ടാത്തൊരവസ്ഥ, അവന്റെ തണുത്ത വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ, ഇങ്ങനെ അത്തരം ആളുകൾക്കൊക്കെ വലിയ ആനുകൂല്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ തന്നെ വെച്ചിരിക്കുന്നത്. മാത്രമല്ല ഇതിന്റെ ഈ ആനുകൂല്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാത്തതിന്റെ പേരിൽ പകരം ഇവർ കൊടുക്കുന്നത് എന്താണെന്നറിയോ? പകരം നമ്മൾ ആരെയും കുറ്റപ്പെടുത്തി പറയില്ല, പകരം നമ്മൾ കൊടുക്കുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ ഖളാ വീട്ടിയാൽ മദീന, ഖളാ വെച്ചു കൊടുക്കുക. അതൊന്നും പറ്റൂല, ഇതൊന്നും പറ്റൂല, അവിടെ പറ്റൂല, ഇവിടെ പറ്റൂല എന്ന് പറഞ്ഞു കൊടുക്കാൻ പണ്ഡിതൻ വളരെ ഉഷാറാ. അതിന്റെ ഫിഖ്ഹും മസ്അലകളും ഒക്കെ പറഞ്ഞു കൊടുത്ത് ഏത് ക്ലാസ്സിൽ അവസരം കിട്ടിയാലും അതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. ഇതൊന്നും കിട്ടാത്തൊരവസ്ഥയിലുള്ള അത് പറഞ്ഞു കൊടുക്കാതിരിക്കുക വഴി അയാൾ പിന്നെ എന്താ ചെയ്യുന്നത്? അയാൾ ഖളാ ആക്കുകയാണ്. ഖളാ ആക്കൽ ഇസ്ലാമിനില്ല, ഒരിക്കലും ഖളാ ആക്കാൻ അനുവദിച്ചിട്ടില്ലാത്ത കർമ്മമാണ് നമസ്കാരം. പോവണം അല്ലെങ്കിൽ ഉറങ്ങിപ്പോവണം. അല്ലാത്തവന് നമസ്കാരം മാറ്റിവെക്കാൻ ഒരു അവസരവും അല്ലാഹു നൽകിയിട്ടില്ല. അതുകൊണ്ട് ആ അർത്ഥത്തിൽ ഖളാ വീട്ടാം എന്ന് പറയുന്നത്, ഖളാ ആക്കാൻ പറ്റിയതല്ലേ ഖളാ വീട്ടാൻ പറ്റുകയുള്ളൂ. ഒരാൾക്ക് യാദൃശ്ചികമായിട്ട് നഷ്ടപ്പെട്ടു പോയി, അത് വേറെ കാര്യമാണ്. ആ ഖളാ വീട്ടിലല്ല പറഞ്ഞത്. ഇതെന്താണ്? യാത്രയില് പിന്നെ നാട്ടിൽ നിന്നൊക്കെ തുടങ്ങി ഇന്നലെ യാത്രയാലോ നമുക്ക് കാണാൻ സാധിക്കും നമസ്കരിക്കാത്ത നല്ല ഇസ്ലാമിക കോളേജിൽ പഠിച്ച ആളുകളെ നമസ്കരിക്കാതെ, എന്നിട്ട് കൗതുകത്തോടു കൂടി നോക്കുക നമസ്കരിക്കുന്നത്. ഇങ്ങനെ ഒരു സംഭവം. പിന്നീട് ഇങ്ങനെ സംസാരിച്ചപ്പോ കാര്യങ്ങളൊക്കെ എന്താണ്, ഇസ്ലാമിക സ്ഥാപനങ്ങൾ പഠിപ്പിച്ചിട്ട് പോലും ഈ ആനുകൂല്യങ്ങൾ പഠിപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ ഗുരുതരമായ പാതകമാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുവഴി എന്ത് സംഭവിക്കുന്നു? ഖളാ ആക്കുക എന്ന് പറഞ്ഞാൽ കുഫ്റാണ്. അതുകൊണ്ടാണല്ലോ റസൂൽ ഖളാ ആയിട്ടില്ല, റസൂലിന് ഖളാ ആയിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അസ്ർ നമസ്കാരം ഖളാ ആയി എന്നൊക്കെ. അതിൽ തന്നെ ഖളാ ആയിട്ടില്ല, സാധാരണ നമസ്കരിക്കുന്നതിൽ അല്പം ബിന്ദി എന്നൊക്കെ പറയുന്ന പണ്ഡിതന്മാരുമുണ്ട്. ഏതായാലും അതിന് കാരണമായപ്പോൾ റസൂൽ ചെയ്തത് എന്താണ്? റസൂല് അതിന് കാരണക്കാരായ ജനതയെ ശപിച്ചു. ഇത് പഠിപ്പിച്ചു കൊടുക്കാത്തവൻ ഖളാ ആക്കി കഴിഞ്ഞാൽ ആ ശാപം ആർക്കാണ് കിട്ടുക? മറ്റതൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. അതെന്താണ്? തയമ്മം ചെയ്യലൊക്കെ മറച്ചു വെച്ചിട്ട് വേറെയുള്ള വെള്ളം ഉപയോഗിച്ചിട്ടുള്ള ഒന്നും കാര്യങ്ങളൊക്കെ. എന്നിട്ട് ഇത് മിണ്ടിയില്ല, ഈ തയമ്മം ചെയ്യാൻ പറ്റുട്ടോ എന്ന് ആ കൂട്ടത്തിൽ പഠിപ്പിച്ചു കൊടുത്തില്ല. അങ്ങനെ അയാള് ഈ ഒരു ഭാഗം പഠിപ്പിച്ചു കൊടുക്കുകയും ഇത് പഠിപ്പിച്ചു കൊടുക്കാതിരിക്കുകയും വഴി അയാൾക്ക് നമസ്കാരം നഷ്ടപ്പെട്ടാൽ ഈ പണ്ഡിതൻ അതിന് ഉത്തരവാദിയാണ്. ഈ പണ്ഡിതൻ അതിൽ വിചാരണ ചെയ്യപ്പെടും, അയാൾക്ക് അതിന് ബാധ്യതയുണ്ട്.
അപ്പോ അതെന്തുകൊണ്ടാണ് കലാവ് എന്നുള്ളത് ഇസ്ലാമിൽ റസൂൽ സാഹിബ് പറയുന്നുണ്ട്. ആ കലാ ആക്കാൻ കാരണക്കാരായ ജനതയെ അള്ളാഹുവിന്റെ റസൂൽ ശപിക്കുന്നുണ്ട്. ശപിച്ചിട്ട് ആ ശാപം അവർ കേറ്റു. ഏതാണ് ഈ റസൂൽ നോക്കൂ നിങ്ങള്. തായിഫിൽ നിന്ന് എറിഞ്ഞോടിച്ചപ്പോ ആ ജനതക്കെതിരെ അവരെ ശിക്ഷിക്കട്ടെ എന്ന് മലക്കുൽ ജിബ്രീൽ അലൈഹി ഇസ്ലാം എന്ന് ചോദിച്ചപ്പോൾ അരുത് എന്ന് പറഞ്ഞ കാരുണ്യത്തിന്റെ നിറകുടമായ പ്രവാചകൻ നമസ്കാരം കള ആവാൻ കാരണമായപ്പോൾ ആ കൂട്ടരെ ശപിച്ചു. ആ ശാപം അവർ കേറ്റുവെങ്കിൽ ആരായി കള്ളാ വീട്ടാൻ അനുവാദം കൊടുത്തത്? എന്നിട്ട് നാട്ടിൽ നിന്ന് വരികയാണ്. നേരത്തെ കഴിഞ്ഞ കുത്തുബയിൽ സൂചിപ്പിച്ചു 10-11 മണിക്ക് അയാൾക്ക് ബസ് കിട്ടിയത്. അല്ല, ഉച്ചക്ക് 10 മണി ലോഹറുവിന്റെ ഇടയിലെ ബസ് നിന്നാണ്, അസറും മഗ്‌രിബും ഇശായൊക്കെ ബസ് നിന്നാണ്. അയാൾക്ക് ഇത് തയമം ചെയ്തു കൊടുക്കാനും പഠിപ്പിച്ചില്ല, നമസ്കരിക്കുന്ന വിധവും പഠിപ്പിച്ചു കൊടുത്തില്ല, അയാൾ പഠിച്ചതുമില്ല. അങ്ങനെ എന്ത് സംഭവിക്കുന്നു? ഈ 15 റക്അത്ത് ഒന്നിച്ച് അല്ലെങ്കിൽ ഒക്കെ ജമ്മും കസറിന്റെ ബാക്കി കൊണ്ട് കുറക്കാം. ജമ്മും കസർ അത് വെച്ചിട്ട് ബാക്കി നമസ്കാരം രാത്രി വന്നിട്ട് 12 മണിക്ക് വന്നിട്ട് നമസ്കരിക്കാതെ ഈ മനുഷ്യൻ പിറ്റേന്ന് സുബഹി മുതൽ ബാക്കി വീട്ടാൻ പറ്റാതെ പോയി. അങ്ങനെ നമസ്കാരത്തിന് അയാൾ അകറ്റപ്പെടുന്നു. എന്താ കാരണം? തയമ്മം പഠിപ്പിച്ചു കൊടുത്തില്ല, കൽബിലെ നമസ്കാരം പഠിപ്പിച്ചു കൊടുത്തില്ല, അതേപോലെ യാത്രക്കാരനൊരു ഇളവ് പഠിപ്പിച്ചു കൊടുത്തില്ല, ആനുകൂല്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തില്ല. ആരാണോ നമസ്കാരം പഠിപ്പിച്ചു കൊടുത്തവരൊക്കെ കുറ്റവാളിയാണ്. എന്താണ് നമസ്കാരം പഠിപ്പിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഇതും കൂടെ പഠിപ്പിക്കേണ്ടിയിരുന്നു. ഈ ജനത പുതിയ തലമുറ മക്കൾ നമസ്കരിക്കാതിരിക്കുന്നതിന്റെ കാരണം അത് തന്നെയാണ്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പൗരോഹിത്യത്തിന്റെ മനസ്സ് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഗൗരവമുള്ള കാര്യങ്ങളെ നിസ്സാരമായി കാണുകയും എന്നാൽ നിസ്സാരപ്പെട്ട കാര്യങ്ങളെ അതീവ ഗൗരവത്തോടുകൂടി അവതരിപ്പിക്കുകയും ചെയ്യുന്ന അതാണ്. കൊതുകുകളെ അവരരിച്ചെടുക്കും, അവർ ഒട്ടകങ്ങളെ അപ്പാടെ വിഴുങ്ങിക്കളയും. കുഫറായാൽ കാഫിറായാൽ ഒരു മനുഷ്യന്മാര് മുഴുവനും കാഫിറായാൽ അതൊന്നല്ല വിഷയം. ജമ്മാക്കല് ദുരുപയോഗം ചെയ്താൽ പ്രശ്നമാണ്, കസറാക്കല് ദുരുപയോഗം ചെയ്താൽ പ്രശ്നമാണ്, തയമ്മം ചെയ്യൽ ദുരുപയോഗം ചെയ്താൽ പ്രശ്നമാണ്. അത് ദുരുപയോഗം ചെയ്യാൻ കാരണമായി തീരും. അതുകൊണ്ട് കുട്ടികളെ കുറെ കാലം കഴിഞ്ഞിട്ടൊക്കെ അത് പഠിപ്പിച്ചാൽ മതി എന്ന് വിചാരിച്ചവർ ആണ് ഈ കുഫറിലേക്ക് ജനതയെ നയിച്ചത്. ആദ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഇതാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയാണല്ലോ. ഇംഗ്ലീഷ് പഠിക്കുന്നിടത്തൊക്കെ ഇപ്പൊ നമുക്ക് തിരിഞ്ഞു. മുമ്പ് മലയാളം ഇംഗ്ലീഷ് പഠിച്ചിരുന്നത് ഗ്രാമർ പഠിപ്പിക്കുന്നു. അപ്പൊ നിർത്തിപ്പോ മോനെ എങ്ങനെയാണ് സംസാരിച്ചോന്നാ പറയുന്നത്. സംസാരിക്കുന്നു അങ്ങനെ സംസാരിച്ചിട്ട് പിന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ പറഞ്ഞിട്ട് തെറ്റണത് ഒരു വിഷയമല്ല എന്നാ പറയുന്നത്. ആ കോലത്ത് അപ്പോൾ ഇംഗ്ലീഷ് ശരിയായിക്കിട്ടും. എന്നിട്ട് ഇങ്ങനെ ശരിപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ഇങ്ങനെ അതിന്റെ സ്പെല്ലിംഗ് കാര്യങ്ങളൊക്കെ ശരിപ്പെടുത്തി കൊടുക്കാം. അതല്ലേ പ്രകൃതി നിയമം. മോനെ എങ്ങനെ നടന്നു? വീഴില്ലടാ, വീണാലും കുഴപ്പമില്ലടാ, ഞാനില്ലടാ അതിന്റെ കൂടെ. അപ്പോഴല്ലേ കുട്ടി നടത്തം പഠിക്കുള്ളൂ. ഇതല്ലേ പ്രകൃതി നിയമം. നേരെ മറിച്ച് അങ്ങനെ ആവണം എന്ന് പറഞ്ഞ് അങ്ങനെ പറ്റൂല ഇങ്ങനെ പറ്റൂല എന്ന് പറഞ്ഞാൽ കുട്ടി അവിടെ കിടക്കും. കുട്ടി അള്ളാഹുവിന്റെ പ്രകൃതി അനുസരിച്ച് എഴുന്നേൽക്കൂട്ടോ, എങ്ങനെയാ അത് വേറെ കാര്യം. പക്ഷെ അങ്ങനെ എഴുന്നോട്ടൊന്നല്ല നമസ്കാരത്തിന്റെ കാര്യത്തിൽ നമ്മുടെ മക്കൾ. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് തയമ്മം എന്ന് പറയുന്നത് എത്ര സിമ്പിളായ കാര്യമാണ്. അതിനൊരുപാട് നിയമം വെച്ച് നടക്കുന്ന കുറെ ആളുകളുണ്ട് പണ്ഡിതന്മാർ. എന്നിട്ട് അതൊരു പോക്കറ്റിലിട്ട് ഒരു മണ്ണൊക്കെ ഇട്ടുങ്ങാണ്ട് ഒരു പൊതിയാക്കിങ്ങാണ്ട് കീശയിലിട്ട് നടക്കുന്ന കുറെ അങ്ങനെ ഉണ്ടാവും. മണ്ണും പൊതി കീശയിലിട്ടിട്ട് ഇങ്ങോട്ട് അത് നിരത്തിയിട്ട് മൂപ്പരാതാ ഫ്ലൈറ്റിലൊക്കെ കയറുമ്പോ മണ്ണും പൊതി ഇത് ഒന്നുകിൽ കളരിക്ക് പുറത്ത് അല്ലെങ്കിൽ ആശാന്റെ നെഞ്ചത്ത്. ഇത് ഇത്ര ഗൗരവം നോക്കും നിങ്ങള്. ഇതിന്റെ ഇടയിൽ എന്താണ് ഫ്ലൈറ്റിൽ നിന്ന് എന്തേ ചെയ്യേണ്ടതുള്ളൂ? ഫ്ലൈറ്റിൽ നിന്ന് മണ്ണ് തെരഞ്ഞു നടക്കാനൊന്നും പറഞ്ഞിട്ടില്ല. സ്വന്തം കാലിലെ തുടമരടിച്ചാൽ മതി. എന്താണ് അവിടെ ഞാനിപ്പോ ഇവിടുന്ന് ഊതി കഴിഞ്ഞാല് അപ്പൊ തന്നെ അവിടെ പൊടി വീണു. ആ പൊടി മതി. അവിടെ തന്നെ അപ്പൊ തന്നെ അന്തരീക്ഷത്തിൽ നിന്ന് പൊടി വീഴുന്നുണ്ട്, പൊടി വാറപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ ആ പൊടി മതി. ആ പൊടി തന്നെയാണ്. അതുകൊണ്ട് ആ ഫ്ലൈറ്റിൽ സീറ്റിലടിച്ചുകൊണ്ടാണ് വലിയ വലിയ പണ്ഡിതന്മാരത് പറഞ്ഞു തന്നിരിക്കുന്നത്. സീറ്റിലടിച്ചുകൊണ്ടാ തയമ്മം ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? നമ്മളെ കാലിന്റെ തുടമ്പലോ അല്ലെങ്കിൽ ചുമരിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്ത് അടിച്ചിട്ട് തയമ്മം ചെയ്യുക. ഇത്രയും വിശുദ്ധ ഖുർആൻ പറയും വായുദീക്കും. നിങ്ങൾ മണ്ണ് ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ ഇതാണ് പൊടി മണ്ണാണ്. അതിന്റെ ചെറിയ അംശം അർത്ഥത്തിൽ മതി. അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങൾ മുഖങ്ങളും അതേപോലെ കരങ്ങളും തടവുക. അതായത് കൈ ഇങ്ങനെ അടിച്ചിട്ട് മുഖം ഇങ്ങനെ ഒന്ന് തടവ്. ഒരു തവണ 3 തവണ ഒന്നും അവിടെ സുന്നത്ത് ഫർളായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അതേപോലെ കൈകൾ ഇങ്ങനെയാണെന്ന് പറയുന്ന മദ്ഹബിന്റെ ഇമാമിങ്ങളുണ്ട്. ഇങ്ങനെ വലതിനെ മുന്തിച്ചുകൊണ്ട് ഇടതിനെ മുന്തിച്ചുകൊണ്ട് കഴുകുക എന്നുള്ളത്. ഏതുപോലെ വെച്ചാൽ തലയിൽ നിന്ന് അല്പം തടവാൻ പറയുന്ന പണ്ഡിതന്മാരുണ്ട്. ഒതു കൊടുക്കുമ്പോൾ കുറച്ച് ഒന്നിച്ച് തടവാൻ പറയുന്ന പണ്ഡിതന്മാർ അത്ര വ്യത്യാസമുള്ളൂ. രണ്ടിലും അതിന്റെ പുണ്യമുണ്ട്. ആ അർത്ഥത്തിൽ അതോടുകൂടി എന്തായി മാറി? അയാൾക്ക് ഫർദ് നമസ്കരിക്കാം, സുന്നത്ത് നമസ്കരിക്കാം, എല്ലാമായി അവിടെ നമസ്കാരം വുളൂവിന് പകരമായി കഴിഞ്ഞു. ഇത് വലിയ അശുദ്ധി ഉണ്ടാകിയ യാത്രയിലാണെങ്കിൽ അവനത് മതി. വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അവന് ഉള്ളതെങ്കിൽ അവനത് മതി. വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത ഒരവസ്ഥ, ആരോഗ്യമുള്ള അവസ്ഥയിലല്ല എങ്കിൽ അവനത് മതി. എന്നിട്ട് അവൻ എന്താണ് ഈ അർത്ഥത്തിലുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല നേർക്ക് നേരെ തന്നെ പറയുകയാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു
ഇന്നല്ലാഹ കാന അഫൂവൻ ഗഫൂറാ. ഇതിലൊക്കെ പാരവെക്കുന്ന ആളുകളുണ്ട്. ഇതിലൊക്കെ പാരവെക്കുന്നില്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കേണ്ട വിധം പഠിപ്പിച്ചു കൊടുക്കാതെ ഇതൊക്കെ ഗൗരവമുള്ളതാണ്. നമസ്കാരം നഷ്ടപ്പെട്ടാൽ ഒരു ഗൗരവവും കാണാത്ത, ഇതൊക്കെ വലിയ ഗൗരവമായി കാണുന്ന ആളുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, തീർച്ചയായും അല്ലാഹു ഏറെ മാപ്പേകുന്നവനും ഏറെ പൊറുക്കുന്നവനാണ്. അഫൂവൻ ഗഫൂറാ. ഇതിലൊക്കെ എന്തെങ്കിലും വീഴ്ച വന്നു കഴിഞ്ഞാൽ അള്ളാഹു മാപ്പരുളെന്ന് മാത്രമല്ല, അതിന്റെ ഭാഗത്ത് വരുന്ന എന്ത് വീഴ്ചകൾ ഉണ്ടെങ്കിലും ഏറെ പൊറുക്കുന്നവനുമാണ്. രണ്ടും ആവർത്തിച്ച് പറഞ്ഞ അള്ളാഹു സുബ്ഹാനഹു വ തആല അവര് വരട്ടെ, അവര് വരണം, അവരേക്ക് സ്വാഗതം ചെയ്യാനും അങ്ങനെയൊക്കെ ഇസ്ലാമില് വഴികളുണ്ട്. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആൻ കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ പറഞ്ഞിരുന്നു, കാൽനടക്കാരായോ സവാരിക്കാരായോ അല്ലെങ്കിൽ എങ്ങനെയാണോ കഴിയുന്നത് അപ്രകാരം. പിന്നെ അതിനേക്കാളും വലിയ, അള്ളാഹിനേക്കാളും വലിയ, രാജാവിനേക്കാളും വലിയ രാജഭക്തി നമ്മൾ എല്ലാത്തിനും ശ്രദ്ധിക്കണം. തഖ്വ എല്ലാത്തിലും വേണം. പക്ഷെ ഈ തഖ്വ അവസാനം എന്തായി മാറരുത്? കുളിപ്പിച്ച് കുട്ടിയില്ലാണ്ടാവുന്ന, കുട്ടിനെ കൊല്ലുന്ന കോലത്തിലുള്ള കുടിപ്പിക്കൽ നടന്നിട്ടുണ്ട്. ഇന്ന് മുസ്ലിങ്ങൾക്കിടയിലൊക്കെ 5 നേരം പള്ളിയിൽ വന്ന് നമസ്കരിക്കുക എന്ന് പറയുന്നത് ഒരു പുതു മുസ്ലിമിന് സാധ്യമാണോ? വന്നൊരു പ്രയാസം ഉണ്ടാവുമായിരിക്കും. അതുകൊണ്ടാ തന്നെ കുറച്ചു കാലൊക്കെ ഷഹാദത്ത് ചൊല്ലി കൊടുത്ത് കുറച്ചു കാലൊക്കെ നമ്മളെ കൂടെ നടന്ന്, പിന്നെ കുറെ കാലം കഴിഞ്ഞ് അയാൾ വേറെ ബൈക്ക് പോയിട്ടുണ്ടാവും. അയാൾ വേറെ അവസ്ഥയിലേക്ക് അധികം ആളുകളുടെയും അവസ്ഥ. ചെല്ലട ഷഹാദത്ത് എന്ന് പറയുമ്പോ ചെല്ലിതെരി മാപ്പിള എന്ന് പറഞ്ഞാൽ അത്രത്തോളം മാപ്പിളാരും ഷഹാദത്ത് എല്ലി കൊടുത്തിട്ട് അങ്ങനെ അവസാനം എന്തായി മാറുന്നു? അതുമല്ല, നേരെ മറിച്ച് അയാൾക്ക് അയാളുടെ കൂടെ നിന്ന് അദ്ദേഹം ചേർത്ത് നിർത്തി ഇളവുകൾ കൊടുത്ത് ആനുകൂല്യങ്ങൾ കൊടുത്ത്, അള്ളാഹു കൊടുക്കുന്ന ഈ റസൂൽ അത് കൊടുക്കാൻ വരില്ല, നമ്മളാണ് അത് കൊടുക്കേണ്ടത്. അങ്ങനെ ചേർത്ത് നിർത്തി എങ്ങനെ വളർത്തി ക്രമപ്രബുദ്ധമായി വളർത്തിക്കൊണ്ടുവരുന്ന ഒരു സംവിധാനം നമ്മൾ ഉണ്ടാക്കേണ്ടതുണ്ട്. അതിന് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിന് ബിൽഡിങ്ങുകളും അതേപോലെ സംവിധാനങ്ങളും ഒരുക്കേണ്ടതുണ്ട്. അവർക്ക് വിവാഹം വേണമെങ്കിൽ ആ വിവാഹം ചെയ്തു കൊടുക്കാൻ പുതിയ ആളുകളാണ് എങ്കിൽ വിവാഹം ചെയ്തു കൊടുക്കുവാൻ ഉൾപ്പെടെ എല്ലാവിധ സംവിധാനങ്ങളും ചെയ്ത് അങ്ങനെയാണ് നമസ്കാരം ഇഖാമത്ത് ചെയ്യേണ്ടത്. അല്ലാതെ ഒരു ഷഹാദത്ത് കലിമ ഉച്ചരിച്ചുകൊണ്ട് നിസ്കരിക്കാൻ പറഞ്ഞു വിടലോട് കൂടി തീരണതല്ല അദ്ദേഹത്തിന്റെ എളുപ്പമൊക്കെ ആക്കി കൊടുക്കുക എന്ന് പറയുന്നത്. അതേപോലെ നിങ്ങൾ ഈ ആയത്തിൽ തന്നെ പല ജാതി കാര്യങ്ങൾ നമുക്ക് കിട്ടും. കള്ളുകുടിയനാണെങ്കിലും അയാൾ നമസ്കരിക്കണം. ഇങ്ങനെ തന്നെ കള്ളുകുടിയനാണെങ്കിലും നമസ്കരിക്കണം. മുസ്ലിം സമുദായത്തിന് തീരെ എന്റെ നാട്ടിൽ എനിക്കറിയാം, കുറെ ദിവസം കള്ളുകുടിച്ചേർന്നിരുന്നു. അവസാനം കുടിച്ച് റോഡ് സൈഡിലാണ് താമസം. എന്നിട്ട് അവിടെ ഇങ്ങനെ മറച്ചു കെട്ടിയിട്ടുണ്ട് ഒരാള്, പുറമ്പോക്കല്, സ്വന്തം ഭൂമിയൊന്നുമില്ല, ആ മറച്ചു കെട്ടിയിട്ട് അതിലാണ് ജീവിക്കുന്നത്. ഒരു ഭാര്യയുണ്ട്, 2 ആൺകുട്ടി ഒരു പെൺകുട്ടിയുണ്ട്. മക്കളൊക്കെ ചെറുതാണ്. അങ്ങനെ ഇരിക്കെയാണ് ഡി അഡിഷൻ ക്യാമ്പിലേക്ക് ഒരു അവസരം കിട്ടി. ഡി അഡിഷൻ ക്യാമ്പിൽ കൊണ്ടുപോയി അദ്ദേഹം 10-25 ദിവസത്തെ ഇസ്ലാമികമായ സഹവാസം കാരണം അദ്ദേഹം ഇസ്ലാമികമായി വല്ലാതെ ഉൾക്കൊണ്ടു. എന്നിട്ട് ആവേശത്തിൽ അദ്ദേഹത്തിന്റെ നാട്ടിലെ പള്ളിയിലേക്ക് ചെന്നതായിരുന്നു. അവിടെയുണ്ട് ഒരു കാരണവർ, ഏതോ പള്ളിയൊന്നുമല്ല കേട്ടോ, ആ കാരണവർ അയാളെ ആട്ടി എന്താടാ പള്ളിയിൽ നിനക്ക് കാര്യമെന്ന് ചോദിച്ചിട്ട് ആട്ടിക്കളഞ്ഞു. കാരണം അങ്ങനെ കള്ളിൽ കടന്നിട്ടൊരു മനുഷ്യനാണ്. 22 ദിവസം വെച്ച് മാറ്റം വന്ന് പള്ളിയിലേക്ക് അയാൾ അനുവദിച്ചില്ല. അദ്ദേഹം കരഞ്ഞു എൻ്റെ അടുത്ത് വന്നിട്ട്, ഞാൻ ഇനി ഏത് പള്ളിയിലാ പോവാ നമസ്കരിക്കാൻ? അങ്ങനെ അവസാനം പറഞ്ഞിട്ട് തിരിയണില്ല ഈ മനുഷ്യന്. എത്ര പറഞ്ഞിട്ടും അവനെ പള്ളിയിൽ കണ്ട വേറെ കുറെ ദോഷങ്ങളുണ്ട്, നീ പറഞ്ഞതുപോലെയല്ല എന്ന് പറഞ്ഞിട്ട് ഒരു നിലക്കോ രക്ഷ. ഇപ്പൊ ഇസ്ലാമെന്ന് അദ്ദേഹം വേറെ എവിടെയൊക്കെയോ അദ്ദേഹത്തിന് കഴിഞ്ഞതിൽ നമസ്കരിച്ച് ജീവിച്ചു പോകുന്നുണ്ട്. പക്ഷെ കൂടെ ചേർക്കാൻ സന്നദ്ധമാകുന്നില്ല. ഈ വളരെ ക്രൂരന്മാരാണ്. ഞാൻ എല്ലാവരെ കുറിച്ചല്ല പറയുന്നുണ്ട്. വളരെ ക്രൂരന്മാരാണ് പള്ളി കമ്മിറ്റിയും പള്ളി നടത്തുന്ന അധികം ആളുകളും. അവർക്ക് അവകാശമുണ്ട് ഇവിടെ. അവരുടെ അവകാശമാണ് ഈ പള്ളി. അള്ളാഹുവിന്റെ ഭവനമാണിത്. അള്ളാഹു അവരുടെ റബ്ബാണ്. 1-ാമത്തെ വാക്യം എന്താ? സൂറത്തുൽ ഫാത്തിഹയിലെ 1-ാമത്തെ വാക്യം അതാണ്. ഖുർആനിലെ ആദ്യം തന്നെ വായിക്കേണ്ടത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ലോകത്തിന്റെ രക്ഷിതാവ്, മനുഷ്യകുലം മാത്രമല്ല എല്ലാത്തിന്റെയും ഉടമസ്ഥനാണത് അള്ളാഹു എന്ന് പറയുന്നത്. എന്നിട്ട് അയാളിൽ അള്ളാഹുലേക്കുള്ള കവാടം തടഞ്ഞവരായി നമ്മൾ മാറലാണോ? അല്ല, ഈ ഇളവ് കാണിച്ചു കൊടുത്തതിന്റെ പേരിൽ ആരോ ചില ആളുകൾ ദുരുപയോഗം ചെയ്യും എന്ന് കരുതി മൗനം പാലിച്ചിരിക്കലാണോ ഗൗരവം? കുഫറാണ് കേട്ടോ. അയാൾ കുഫറിലേക്ക് നയിച്ചിട്ടുണ്ട് എങ്കിൽ അതാണ് ഏറ്റവും ഗൗരവമുള്ളത്. അതുകൊണ്ട് ഗൗരവത്തോടു കൂടി കാര്യങ്ങളെ കാണേണ്ടതുണ്ട്. കള്ളുകൂടിയാനോ നമസ്കാരമുണ്ട്, അയാളോട് പിന്നെ പറഞ്ഞു കൊടുക്കുക എന്ത് ബോധം ഉണ്ടാവുമ്പോൾ ചെയ്യേണ്ട ഒരു കണിയാണ്. അപ്പൊ ആ കൂടി ഒന്ന് അസർ കഴിഞ്ഞിട്ട് മസബി കഴിഞ്ഞിട്ട് അങ്ങനെ ഇഷ കഴിഞ്ഞിട്ട് ആക്കും അദ്ദേഹം കുറച്ചു കാലം. ഇഷ കഴിഞ്ഞിട്ടേ കുറച്ച് സമയം കിട്ടുള്ളൂ. അപ്പം അങ്ങനെ അയാൾ കൂടി നിർത്തുന്നിടത്തേക്ക് കൊണ്ടുവരണം. ജനാപത്തുകാരനാണെങ്കിലും വെള്ളമില്ല സൗകര്യമില്ലെങ്കിലും അയാൾ നിസ്കരിക്കണം. ഇതാണ് പഠിപ്പിക്കുന്നത്. യാത്രക്കാരനാണെങ്കിൽ നമസ്കരിച്ചേ പറ്റൂ.
കഴിയുന്നത് എപ്രകാരമാണെങ്കിലും വെള്ളമില്ല, അയാൾ ജനാപത്തുണ്ട്, ഒക്കെ മലമൂത്ര വിസർജനം നടത്തി കഴുകാൻ അവസരം കിട്ടിയിട്ടില്ല, എങ്കിലും അയാൾ എന്ത് ചെയ്യണം? നമസ്കരിക്കണം. ഇതാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. യാത്രക്കാർക്ക് വെള്ളം കിട്ടാതെ വന്നാൽ കുളിക്കേണ്ടതില്ല, തൈമം ചെയ്തേണ്ടതില്ല, തൈമം ചെയ്താൽ മതി. അദ്ദേഹത്തിന് മലമൂത്ര വിസർജനം നടത്തിയാലും അയാൾ വെള്ളം കിട്ടേണ്ട തൈമം ചെയ്താൽ മതി എന്ന്. രോഗികൾക്ക് തൈമം മതി, ആരോഗ്യമുള്ള അവസ്ഥയിലാണ് വൗദു എന്ന് പറയുന്നത്. മാത്രമല്ല ഈ വൗദു ഇങ്ങനെ പുതുക്കുക എന്ന് പറയുന്നത് സുന്നത്തൊക്കെയാണെന്ന് പറയുന്നത് പഠിപ്പിക്കുന്നത്. അത് ശരിയാണ്, പുതുക്കൽ സുന്നത്തൊക്കെ തന്നെയാണ്. പക്ഷേ അതിന്റെ ഒരു മറുവശമുണ്ട്. വൗദു മുറിഞ്ഞു എന്ന് ഉറപ്പില്ലെങ്കിൽ ആ വൗദു മതിയെന്ന. അതും പണ്ഡിതന്മാർ വൗദു മുറിഞ്ഞതായിട്ട് ഇങ്ങോട്ട് ഉറച്ച ഒരു ബോധം എനിക്ക് വന്നിട്ടില്ല, ഞാൻ എനിക്ക് നല്ല ബോധത്തോടു കൂടി കീവായു അതൊന്നും പുറപ്പെട്ടിട്ടില്ല, അങ്ങനെ പോയിട്ടില്ല, അങ്ങനെ ഒരു ദുർഗന്ധം വമിക്കുമാറൊന്നും എനിക്ക് ഒന്ന് മുറിയപ്പെട്ടില്ലെങ്കിൽ ആ ഒന്ന് മതി എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. അത് രണ്ടും വേണമല്ലോ മനുഷ്യന് കിട്ടുക. 3 ദിവസം തുടർച്ചയായിട്ട് ശ്വാസം തടവിയാൽ മതി. ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട് യാത്രക്കാർക്ക്, തുടർച്ചയായിട്ട് അത് തന്നെ മതി. അങ്ങനെ തടവുമ്പോ ട്രെയിനിലൊക്കെ വലിയ പണിയാണ്. ഷൂ ഇട്ടാണ്ട മനുഷ്യന്മാര് വരാ, സോക്സ് ഇട്ടാണ്ട മനുഷ്യന്മാര് വരാ. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇത് അവസാനം എന്താണ്? ഇതൊക്കെ അയച്ചിട്ട് എവിടെ ചവിട്ടും? അവിടുത്തെ അവസ്ഥയാണെങ്കിലോ അതിന്റെ അകത്തേക്ക് കടക്കാൻ പറ്റില്ല. ആരാണ് നമസ്കാരം കളഞ്ഞു കുളിച്ചതിന്റെ കാരണക്കാരനായ പണ്ഡിതൻ? അള്ള തെരയും നമസ്കാരം പഠിപ്പിച്ചു കൊടുക്കുകയും ഇളവുകൾ പറഞ്ഞു കൊടുക്കാതിരിക്കുകയും ചെയ്ത പണ്ഡിതന്മാർ, അവരെ അള്ളാഹു പിടികൂടുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇളവുകൾ പഠിപ്പിച്ചു കൊടുത്തേ പറ്റൂ. ആ അർത്ഥത്തിൽ നോക്കൂ നിങ്ങൾ. അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, ഏതവസ്ഥയിലും സ്ത്രീകളുമായി ബന്ധപ്പെട്ട അവസ്ഥയുണ്ട്. അതിന്റെ പേരിൽ സുബഹിസ്കരിക്കണം, തണുപ്പാണ്, അതുകൊണ്ട് ബന്ധപ്പെടേണ്ട എന്ന് വെക്കാൻ അള്ളാഹ് പറഞ്ഞിട്ടില്ല. അത് പുണ്യകരമായ കാര്യമാണെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറയുന്നത് പുണ്യകരമായ കാര്യമാണ്. അതെങ്ങനെ റസൂല് ഞങ്ങളുടെ വികാരം ശരിപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ ചെയ്യുന്ന ഒരു കർമ്മമല്ലേ, അതെങ്ങനെ പുണ്യം കിട്ടുക എന്ന് ചോദിച്ചപ്പോ അതിന്റെ മറുവശത്തേക്ക് റസൂല് കൊണ്ടുപോയി. ഇതെങ്ങാനും ഹക്കല്ലാത്ത രീതിയിൽ നീ സ്വീകരിച്ചാൽ, ഒരന്യ സ്ത്രീയുമായി ബന്ധപ്പെട്ടിട്ട് നീ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ, ഹറാമിന്റെ മാർഗം നീ സ്വീകരിച്ചു കഴിഞ്ഞാൽ കുറ്റമാണോ? അത് കുറ്റമാണ്. എങ്കിൽ ഹലാലിന്റെ മാർഗത്തിലൂടെ നീ അത്തരം പ്രവർത്തനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് പുണ്യവുമാണ്. അങ്ങനെ പുണ്യകരമായ പ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടതൊന്നുമില്ല. രാവിലെ കുടിക്കാൻ തയമ്മം ചെയ്താൽ മതി. ഒന്നു കൊടുക്കാൻ പോലും പ്രയാസമാണെങ്കിൽ ഒന്നു കൊടുക്കണ്ട. ചുടുവെള്ളം ഇല്ലെങ്കിൽ അള്ളാഹു അത്രയും സിമ്പിളാക്കിയിട്ടുണ്ട്. കാരണം അള്ളാഹ് പറഞ്ഞതൊന്നും ഇപ്പൊ പറ്റൂല. അങ്ങനെ പറഞ്ഞു ഇങ്ങോട്ട് സിമ്പിളാക്കുമ്പോഴേക്ക് ഇവിടെ ബേജാറ് തുടങ്ങുന്നുണ്ടെങ്കിൽ ഒന്ന് അങ്ങോട്ട് വലിച്ചു കൊണ്ടുപോയി ഇതൊക്കെ കൂടി നശിപ്പിച്ചു. ഒന്ന് ഇങ്ങോട്ട് വലിക്കുമ്പോ കുറച്ചൊക്കെ ഒരു വ്യതിയാനം വന്നാൽ പോലും വലിച്ചിട്ട് അപ്പഴേ ബാലൻസിലേക്ക് വരുള്ളൂ. നമ്മുടെ ബാധ്യതയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ കൃത്യമായി തന്നെ മനസ്സിലാക്കി നമുക്കും നമ്മുടെ തലമുറക്കുമൊക്കെ നമസ്കാരം എളുപ്പമാക്കി കൊടുക്കുന്ന, അതുവഴി അള്ളാഹുമായുള്ള ബന്ധം എല്ലാ അർത്ഥത്തിലും അനുഗ്രഹീതമാക്കി മാറ്റുന്ന മഹാസൗഭാഗ്യവന്മാരുടെയും സൗഭാഗ്യവതികളുടെയും കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും.